നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പുസ്തകത്തെക്കുറിച്ചല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രതിഭാസമാണ്. ഡഗ്ലസ് ആഡംസിന്റെ ദി ഹിച്ച് ഹൈക്കേഴ്സ് ഗൈഡ് ടു ദി ഗാലക്സി. അതെ, ഇതൊരു സയൻസ് ഫിക്ഷൻ കഥയായിട്ട് മാത്രം കാണാൻ പറ്റില്ല. ഇതിൽ ഫിലോസഫിയുണ്ട്, ഒരു കിടിലൻ സട്ടയറുണ്ട്. തീർച്ചയായും. പിന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളുമുണ്ട്. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ആസ്വദിക്കാൻ തയ്യാറാകുക. ആദ്യമായിട്ടാണെങ്കിൽ ഒരു പുതിയ ലോകത്തേക്ക് സ്വാഗതം. ശരിയാണ്. ആഡംസ് ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഭൂരിഭാഗം പേരും എപ്പോഴും അസന്തുഷ്ടരായിരുന്നു. ചെറിയ ചിരി. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പലരും നോക്കി. പക്ഷേ ഒരു വ്യാഴാഴ്ച ദിവസം ഭൂമി എന്ന ഗ്രഹം ഇല്ലാതാവുന്നതുവരെ ആർക്കും ശരിയായൊരു ഉത്തരം കിട്ടിയില്ല. ആ ദുരന്തത്തിന്റെയും അതിനുശേഷമുള്ള സംഭവങ്ങളുടെയും കഥയാണ് ഈ പുസ്തകം. അതെ, ആ കഥ നമ്മൾ കാണുന്നത് ആർത്തർ ഡെന്റ് എന്ന ഒരു സാധാരണ ഇംഗ്ലീഷുകാരന്റെ കണ്ണിലൂടെയാണ്. ഒരു വ്യാഴാഴ്ച രാവിലെ. ഒരു സാധാരണ വ്യാഴാഴ്ച. അതെ, ഉറക്കമുണർന്നപ്പോൾ സ്വന്തം വീട് ഒരു ബൈപ്പാസ് പണിയാനായി ഇടിച്ചു നിരത്താൻ പോകുന്നു എന്നറിയുന്നിടത്താണ് എല്ലാം തുടങ്ങുന്നത്. ഈ ഒരു ചെറിയ സംഭവം എങ്ങനെ ഒരു ഗാലക്സി മുഴുവൻ നീളുന്ന യാത്രയ്ക്ക് കാരണമാകുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ യാത്രയിലുടനീളം നമ്മുടെ വഴികാട്ടി ദി ഹിച്ച് ഹൈക്കേഴ്സ് ഗൈഡ് ടു ദി ഗാലക്സി എന്നൊരു ഇലക്ട്രോണിക് പുസ്തകമാണ്. അതിന്റെ പുറംചട്ടയിൽ വലിയ അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഡോണ്ട് പാനിക്, പരിഭ്രമിക്കരുത്. ഒരുപക്ഷെ പുസ്തകത്തിന്റെ മുഴുവൻ ആശയവും ആ 2 വാക്കുകളിലുണ്ട്, അല്ലേ? അതെ. അപ്പം നമുക്ക് ആ വ്യാഴാഴ്ചയിലേക്ക് പോകാം. ആർത്തർ ഡെന്റ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീടിന് മുന്നിൽ ഒരു മഞ്ഞ ബുൾഡോസർ. കാര്യം തിരക്കിയപ്പോൾ കൗൺസിൽ ഒരു ബൈപ്പാസ് പണിയാൻ വേണ്ടി വീട് പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ആർത്തർ എന്തു ചെയ്തു? നേരെ പോയി ആ ബുൾഡോസറിന് മുന്നിൽ കടന്നു. അതെ. അവിടെയാണ് ആർത്തറും മിസ്റ്റർ പ്രോസർ എന്ന കൗൺസിൽ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള സംഭാഷണം നടക്കുന്നത്. വീട് പൊളിക്കുന്നതിനുള്ള പ്ലാനുകൾ കഴിഞ്ഞ 9 മാസമായി പ്ലാനിംഗ് ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രോസറുടെ വാദം. എല്ലാവർക്കും കാണാനായി വെച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. അതെ, പക്ഷെ ആ പ്ലാൻ കണ്ടെത്താൻ ആർത്തറിന് കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നു. അവസാനം എവിടെയായിരുന്നു അതെന്നോ? എവിടെയായിരുന്നു? പൂട്ടിക്കിടക്കുന്ന ഒരു ഫയലിംഗ് ക്യാബിനറ്റിന്റെ താഴത്തെ ഡ്രോയറിൽ. അതും ഉപയോഗിക്കാത്ത ഒരു ടോയ്ലറ്റിൽ. വെളിച്ചം പോലുമില്ലാത്തൊരിടത്ത്. പോരാത്തതിന് വാതിലിൽ ബിവെയർ ഓഫ് ദ ലെപ്പേർഡ്, അതായത് പുള്ളിപ്പുലിയെ സൂക്ഷിക്കുക എന്നൊരു ബോർഡും. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഒരാശയം, ഈ ബ്യൂറോക്രസിയുടെ പരിഹാസം, ഇത് കഥയിലുടനീളം നമുക്ക് കാണാൻ പറ്റുമല്ലേ? തീർച്ചയായും. ഇതൊരൊറ്റപ്പെട്ട തമാശയല്ല, ഇതൊരു പ്രധാന തീമാണ്. ആർത്തറിന്റെ വീട് പൊളിക്കുന്നതും പിന്നീട് ഭൂമി തന്നെ നശിപ്പിക്കുന്നതും. അതെ, ഒരേ ബ്യൂറോക്രാറ്റിക് ന്യായീകരണം വെച്ചാണ്. നോട്ടീസ് കൊടുത്തിരുന്നു, നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ് എന്ന ഈ വാദം. ശരിയാണ്. ഒരുപക്ഷേ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ തിന്മ എന്നത് ഭീകരന്മാരല്ല, മറിച്ച് തങ്ങളുടെ ജോലി യാതൊരു ചിന്തയുമില്ലാതെ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് എന്നൊരു വിമർശനമാണ് ആഡംസ് ഇവിടെ വയ്ക്കുന്നത്. ആർത്തർ ഇങ്ങനെ നിസ്സഹായനായി ബുൾഡോസറിന് മുന്നിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഫോർഡ് പ്രീഫെക്റ്റ് വരുന്നത്. ഫോർഡ് ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണക്കാരനായിട്ട് തോന്നും. പക്ഷേ സത്യത്തിൽ അദ്ദേഹം ബെറ്റൽഗ്യൂസിനടുത്തുള്ള ഒരു ചെറിയ ഗ്രഹത്തിൽ നിന്നുള്ള ഒരു അന്യഗ്രഹജീവിയാണ്. കഴിഞ്ഞ 15 വർഷമായി ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതെ. ഫോർഡിന്റെ സ്വഭാവങ്ങൾ വളരെ വിചിത്രമായിരുന്നു. അയാൾ എപ്പോഴും ആകാശത്തേക്ക് നോക്കി പറക്കും തളികകളെ തിരയുമായിരുന്നു. ആളുകളോട് തമാശയായിട്ട് പറയും താൻ പച്ച നിറത്തിലുള്ള പറക്കും തളികകളെയാണ് അന്വേഷിക്കുന്നതെന്ന്. അതിനും ഒരു കാരണമുണ്ട്. ബെറ്റൽഗ്യൂസിലെ കച്ചവടക്കാരുടെ വാഹനങ്ങളുടെ പരമ്പരാഗത നിറമായിരുന്നു പച്ച. പിന്നെ ഭൂമിയിലെ ആളുകളുടെ പെരുമാറ്റം പഠിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ഹസ്തദാനം ചെയ്യുമ്പോൾ കൈവിരലുകൾ എങ്ങനെ ചലിപ്പിക്കണമെന്ന് അയാൾക്ക് ഒരിക്കലും ശരിയായി പഠിക്കാൻ പറ്റിയില്ല. ഏറ്റവും പ്രധാനമായി ഫോർഡ് പ്രീഫെക്റ്റ് ദ ഹിച്ച് ഹൈക്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സി എന്ന പുസ്തകത്തിനു വേണ്ടി ഗവേഷണം നടത്തുന്ന ഒരാളാണ്. അതെ.
ഈ ഗൈഡ് പ്രശസ്തമായ എൻസൈക്ലോപീഡിയ ഗാലക്റ്റിക്കയേക്കാൾ ജനപ്രിയമാണ്. അതിന്റെ കാരണം വളരെ രസകരമാണ്. ഒന്ന്, ഗൈഡിന് വില കുറവാണ്. രണ്ട്, അതിന്റെ പുറംചട്ടയിൽ ഡോണ്ട് പാനിക് എന്ന് എഴുതിയിട്ടുണ്ട്. അതെ, പ്രായോഗികതയും ശാന്തമായ മനോഭാവവും പാണ്ഡിത്യത്തേക്കാൾ വലുതാണെന്നൊരു സൂചനയാണത്. ശരിയാണ്. അങ്ങനെ ആർത്തർ ബുൾഡോസറിന് മുന്നിൽ കിടക്കുമ്പോഴാണ് ഫോർഡ് വരുന്നത്. സംസാരിക്കാനുണ്ട്, അത്യാവശ്യമാണ്, നമുക്ക് ഗ്രാമത്തിലെ പബ്ബിലേക്ക് പോകാം എന്ന് നിർബന്ധിക്കുന്നു. ആർത്തറിനൊന്നും മനസ്സിലാവുന്നില്ല. ലോകം അവസാനിക്കാൻ ഇനി 12 മിനിറ്റേ ഉള്ളൂ. അതിനു മുമ്പ് നമുക്ക് 3 ഗ്ലാസ് ബിയർ കഴിക്കണമെന്ന് ഫോർഡ് പറയുമ്പോൾ ആർത്തർ ആകെ ആശയക്കുഴപ്പത്തിലാണ്. സ്വന്തം വീട് പോകുന്നതിനേക്കാൾ വലിയ എന്ത് പ്രശ്നം വരാനാണെന്നാണ് ആർത്തർ ചിന്തിക്കുന്നത്. അതെ. ആ സമയത്താണ് ആകാശത്ത് ഭീമാകാരമായ മഞ്ഞു നിറത്തിലുള്ള വാഹനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. വോഗൂണുകളുടെ കൺസ്ട്രക്ടർ കപ്പലുകളായിരുന്നു അത്. അധികം വൈകാതെ ഒരു പബ്ലിക് അനൗൺസ്മെന്റ് വരുന്നു. ഗാലക്സി ഹൈപ്പർസ്പേസ് എക്സ്പ്രസ് റൂട്ട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഭൂമിയെ നശിപ്പിക്കേണ്ടതുണ്ടെന്ന് അവർ അറിയിക്കുന്നു. അപ്പോ ആർത്തറിന്റെ വീടിന്റെ സ്ഥാനത്ത് ഒരു ബൈപ്പാസ് വരുന്നത് പോലെ. ഭൂമിയുടെ സ്ഥാനത്ത് ഒരു ഹൈപ്പർസ്പേസ് ബൈപ്പാസ്. അതെ, അവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ആക്ഷേപഹാസ്യം വരുന്നത്. വോഗോണുകളുടെ അറിയിപ്പ് ഇങ്ങനെയായിരുന്നു: ഭൂമിയെ നശിപ്പിക്കുന്നതിനുള്ള പ്ലാനുകളും ഉത്തരവുകളും കഴിഞ്ഞ 50 ഭൗമവർഷങ്ങളായി നിങ്ങളുടെ പ്രാദേശിക പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റായ ആൽഫ സെന്റൗറിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. അപ്പോ മിസ്റ്റർ പ്രോസർ പറഞ്ഞ അതേ ന്യായം. അതേ ന്യായം. പരാതിപ്പെടാൻ നിങ്ങൾക്ക് ധാരാളം സമയമുണ്ടായിരുന്നു എന്ന്. ബിവെയർ ഓഫ് ദ ലെപ്പോർഡ് എന്ന ബോർഡിന് പകരം ആൽഫ സെന്റോറി വരെ ഒന്ന് പോകണമായിരുന്നു എന്ന് മാത്രം. ചിരിക്കുന്നു. അതെ, പ്രാദേശിക കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കാത്തതിന് അവർ മനുഷ്യരാശിയെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുകയാണ്. മനുഷ്യരാശി ഒന്നടങ്കം പരിഭ്രാന്തരായി ഓടുമ്പോൾ ഫോർഡ് ആർത്തറിനെയും കൊണ്ട് ഒരു വോഗോൺ കപ്പലിൽ ഒരു ലിഫ്റ്റ് സംഘടിപ്പിച്ചു രക്ഷപ്പെടുന്നു. അവർ കപ്പലിൽ കയറിയ തൊട്ടു പിന്നാലെ ഭൂമി എന്ന ഗ്രഹം പൊടിപടലമായി ബഹിരാകാശത്ത് അലിഞ്ഞുചേരുന്നു. അങ്ങനെ അവർ വോഗോൺ കപ്പലിനുള്ളിലെത്തി. വോഗോണുകളെപ്പറ്റി ഗൈഡ് പറയുന്നത് അവർ ദുഷ്ടരൊന്നുമല്ല, പക്ഷേ ദേഷ്യക്കാരും ബ്യൂറോക്രാറ്റുകളും കഠിനഹൃദയരുമാണ്. പിന്നെ അവരുടെ കവിത, പ്രപഞ്ചത്തിലെ ഏറ്റവും മോശം കവിതകളുടെ പട്ടികയിൽ 3ാം സ്ഥാനത്താണ് വോഗോൺ കവിത. അതെ. ഈ ഘട്ടത്തിലാണ് ഫോർഡ് ആർത്തറിന് ഒരു യാത്രികന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനം പരിചയപ്പെടുത്തുന്നത്: ഒരു ടവല്. ഗൈഡിൽ ടവലിനെക്കുറിച്ചൊരു വലിയ അധ്യായം തന്നെയുണ്ടല്ലോ. ഉണ്ട്. എനിക്ക് ഈ പുസ്തകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങളിലൊന്ന് ടവലിനെക്കുറിച്ചുള്ള വിവരണമാണ്. വളരെ ലളിതമായ ഒരു കാര്യത്തിന് എത്രമാത്രം പ്രായോഗികവും മാനസികവുമായ പ്രാധാന്യം നൽകാൻ കഴിയുമെന്ന് ആഡംസ് കാണിച്ചു തരുന്നു. തീർച്ചയായും. ഗൈഡ് പറയുന്നത് ഒരു ടവലിന് ഒരുപാട് പ്രായോഗിക ഉപയോഗങ്ങളുണ്ട് എന്നാണ്. തണുപ്പുള്ളപ്പോൾ പുതയ്ക്കാം, നനഞ്ഞാൽ തുടയ്ക്കാം, ബീച്ചിൽ വിരിച്ചു കിടക്കാം, ആയുധമായി ഉപയോഗിക്കാം, എന്തിനേറെ ഒരു സഹായത്തിനുള്ള സിഗ്നലായി വീശിക്കാണിക്കാം. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു മാനസിക വശമുണ്ട്. അതെന്താണ്? ഒരു സാധാരണക്കാരൻ ഒരു യാത്രികനെ കാണുമ്പോൾ അയാളുടെ കയ്യിൽ ടവലുണ്ടെങ്കിൽ അയാൾ സ്വാഭാവികമായി ചിന്തിക്കും, ഓ, ഇയാളുടെ കയ്യിൽ ടവലുണ്ടല്ലോ, അപ്പോൾ ടൂത്ത് ബ്രഷ്, സോപ്പ്, കോമ്പസ്, സ്പേസ് സ്യൂട്ട് ഒക്കെ കാണും. അതുകൊണ്ട് അവർ യാത്രികന് ആ സാധനങ്ങളെല്ലാം കടം കൊടുക്കാൻ തയ്യാറാകും. കാരണം ഗാലക്സിയിലൂടെ ഇത്രയൊക്കെ യാത്ര ചെയ്തിട്ടും തന്റെ ടവൽ എവിടെയാണെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ വിശ്വസ്തനായിരിക്കും. വളരെ ശരിയാണ്. ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രതീകം കൂടിയാണത്. അവിടെ വെച്ചാണ് അവർക്ക് ബാബൽ ഫിഷ് എന്നൊരു ജീവിയെ കിട്ടുന്നത്. ബാബൽ ഫിഷ്. ഇതൊരു ചെറിയ മഞ്ഞ മീനാണ്. ചെവിയിലിട്ടാൽ മാത്രം മതി. പ്രപഞ്ചത്തിലെ ഏത് ഭാഷയും നമുക്ക് തത്സമയം മനസ്സിലാക്കാം. ഒരുതരം യൂണിവേഴ്സൽ ട്രാൻസ്ലേറ്റർ. അതെ. പക്ഷെ അതിന്റെ പ്രവർത്തനം മാത്രമല്ല, അതിനെക്കുറിച്ച് ഗൈഡ് പറയുന്ന തത്വശാസ്ത്രമാണ് അതിലും രസകരം. അതെ, ആ വാദം വളരെ രസകരമാണ്. ഗൈഡ് പറയുന്നത് ബാബൽ ഫിഷ് ദൈവത്തിന്റെ അസ്തിത്വമില്ലായ്മയുടെ അവസാനത്തെ തെളിവാണെന്നാണ്. വാദം ഇങ്ങനെയാണ്: ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന തർക്കത്തിൽ വിശ്വാസം അഥവാ ഫെയ്ത്ത് എന്നത് തെളിവില്ലാത്ത ഒന്നിലാണ് നിലനിൽക്കുന്നത്. ശരിയാണ്. എന്നാൽ ബാബൽ ഫിഷ് എന്ന ഉപകരണം യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ഒരു തെളിവായി മുന്നിൽ വരുമ്പോൾ വിശ്വാസത്തിന് സ്ഥാനമില്ലാതാവുന്നു. അതോടെ ദൈവത്തിനും നിലനിൽപ്പില്ലാതാവുന്നു. അതായത് ഭാഷയുടെ പ്രശ്നം പരിഹരിക്കാൻ ദൈവം നൽകിയെന്ന് കരുതുന്ന ഒരു ഉപകരണം തന്നെ ദൈവമില്ലായ്മയ്ക്ക് തെളിവാകുന്നു. അതെ, ആഡംസിന്റെ എഴുത്തിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസമാണത്. ശരിക്കും ചിന്തിപ്പിക്കുന്നൊരാശയമാണ്. അധികം വൈകാതെ ഫോർഡും ആർഥറും വോഗോൺ കപ്പലിൽ പിടിക്കപ്പെടുന്നു. അതെ,
അവരെ ബഹിരാകാശത്തേക്കെറിയുന്നതിനു മുൻപ് ഒരു ശിക്ഷയായി ക്യാപ്റ്റൻ തന്റെ കവിത വായിച്ചു കേൾപ്പിക്കുന്നു. ആ കവിത കേട്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ടാകുന്നു. അതിനുശേഷം അവരെ എയർലോക്കിലൂടെ ബഹിരാകാശത്തേക്ക് തള്ളുന്നു. ഗൈഡ് പറയുന്നതനുസരിച്ച് ബഹിരാകാശത്ത് ഒരു സഹായവുമില്ലാതെ 30 സെക്കൻഡിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ല. ആ 30 സെക്കൻഡിനുള്ളിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയോ? അതേതാണ്ട് അസാധ്യമാണ്. 2ന്റെ ഘാതം 2,67,709 1. പക്ഷേ 29 സെക്കൻഡുകൾക്ക് ശേഷം ആ അസംഭവ്യമായ കാര്യം സംഭവിക്കുന്നു. അവരെ ഒരു കപ്പൽ രക്ഷിക്കുന്നു. അതെ, അതിന്റെ പേര് ഹാർട്ട് ഓഫ് ഗോൾഡ്. ഇത് സാധാരണ ഒരു കപ്പലല്ല. അത് പ്രവർത്തിക്കുന്നത് ഇൻഫിനിറ്റ് ഇംപ്രോബബിലിറ്റി ഡ്രൈവ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്. അപ്പോ എന്താണ് ഈ ഇംപ്രോബബിലിറ്റി ഡ്രൈവ്? അതൊരു സാധാരണ സയൻസ് ഫിക്ഷൻ ആശയം പോലെ അല്ല. കപ്പൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ? പകരം ആ ഡ്രൈവ് ഓണാക്കുമ്പോൾ കപ്പൽ ഒരേ സമയം പ്രപഞ്ചത്തിലെ സാധ്യമായതും അസാധ്യമായതുമായ എല്ലാ ബിന്ദുക്കളിലൂടെയും കടന്നുപോകുന്നു. അപ്പോൾ കപ്പൽ എവിടെ വേണമെങ്കിലും എത്താം? അതെ, ഇതിന്റെ ഒരു പാർശ്വഫലമായി തികച്ചും അസംഭവ്യമായ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കും. ഉദാഹരണത്തിന്, ഒരിക്കൽ ഈ കപ്പലിനെ പിന്തുടരുന്ന 2 മിസൈലുകൾ ഒരു പാത്രം പെറ്റൂണിയ പൂക്കളായും ഒരു വലിയ തിമിംഗലമായി മാറി. അതെ, ആ തിമിംഗലം താഴെ വീഴുന്നതിനു മുൻപ് അതിന്റെ ചിന്തകൾ പോലും പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പോ ഈ കപ്പലിൽ കയറുമ്പോഴാണ് അടുത്ത അത്ഭുതം. കപ്പലിന്റെ ക്യാപ്റ്റൻ സാഫോർഡ് ബീബിൾബ്രോക്സ് ആണ്. അതായത് ഫോർഡിന്റെ അർത്ഥകസിനും ഗാലക്സിയുടെ മുൻ പ്രസിഡന്റുമായ ആൾ. 2 തലയും 3 കൈയൊക്കെയുള്ള സാഫോർഡ്. അതെ, അതോടൊപ്പം ട്രില്ലിയൻ എന്നൊരു പെൺകുട്ടിയുമുണ്ട്. ആർഥറിന് അവളെ മുൻ പരിചയമുണ്ട്. അതെ, വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ഒരു പാർട്ടിയിൽ വെച്ച് ആർത്തർ സംസാരിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ് സാഫോർഡ് അന്ന് തട്ടിക്കൊണ്ടുവന്നത്. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് അവർ അത്ഭുതപ്പെടുമ്പോൾ ഉത്തരം ഒന്നേയുള്ളൂ: ഇംപ്രോബബിലിറ്റി ഡ്രൈവ്. അതെ, അത് യാദൃശ്ചികതയെ ഒരു നിയമം പോലെയാക്കുന്നു. എണ്ണമറ്റ കുരങ്ങന്മാർ എണ്ണമറ്റ ടൈപ്പ്റൈറ്ററുകളിൽ ടൈപ്പ് ചെയ്താൽ എപ്പോഴെങ്കിലും ഹാംലെറ്റ് ഉണ്ടാകുമെന്ന സിദ്ധാന്തം പോലെ ഇവിടെ ആ അസംഭവ്യതയെ യാഥാർത്ഥ്യമാക്കുകയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസം, അതായത് വീട് നഷ്ടപ്പെട്ട ദിവസം, പിന്നീട് ഗ്രഹം നഷ്ടപ്പെട്ട ദിവസമായി മാറി. ഇപ്പോൾ അത് ഗാലക്സിയിലെ ഏറ്റവും വലിയ സാഹസികതയായി മാറിയിരിക്കുന്നു. തീർച്ചയായും. ഇന്ന് നമ്മൾ കണ്ടത് ഈ സാഹസിക യാത്രയുടെ തുടക്കം മാത്രമാണ്. ബ്യൂറോക്രസിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ആക്ഷേപഹാസ്യം, പ്രപഞ്ചത്തിന്റെ വിശാലതയും അതിലെ അസംബന്ധങ്ങളും, ഒരു ടവലിന്റെ പ്രാധാന്യം, യാദൃച്ഛികതയുടെ ശാസ്ത്രം, ഇങ്ങനെ എത്രയെത്ര ആശയങ്ങളാണ് ആദ്യത്തെ കുറച്ചു ഭാഗങ്ങളിൽ തന്നെ ആഡംസ് നിറച്ചുവച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിലെ ആരാധകർക്കറിയാവുന്നതുപോലെ പിന്നീട് ഈ കഥ ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചുമുള്ള വലിയ ചോദ്യത്തിന് ഉത്തരം തേടിപ്പോകുന്നുണ്ട്. ആ ഉത്തരം 42 കണ്ടെത്തുന്നുമുണ്ട്. അതെ. പക്ഷേ പുസ്തകത്തിലെ യഥാർത്ഥ തമാശ ആ ഉത്തരമല്ല, അല്ലേ? അല്ല. യഥാർത്ഥ പ്രശ്നം ഉത്തരം കിട്ടിയപ്പോൾ ആ ഉത്തരത്തിലേക്കെത്തിച്ച ശരിയായ ചോദ്യം എന്താണെന്ന് ആർക്കും അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ കോമഡി. ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്താണ് 42 എന്ന ഉത്തരം കണ്ടെത്തുന്നത്. പക്ഷെ ചോദ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കമ്പ്യൂട്ടറിനും അറിയില്ലായിരുന്നു. ഒരു പക്ഷേ ആഡംസ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്. എന്താണ്? ജീവിതത്തിന്റെ അർത്ഥം പോലുള്ള വലിയ കാര്യങ്ങൾക്ക് ലളിതമായ ഒരൊറ്റ ഉത്തരം തേടിപ്പോകുന്നതിലെ വിഡ്ഢിത്തം. നമ്മൾ കണ്ടെത്തുന്ന ഉത്തരങ്ങളെക്കാൾ പ്രധാനം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ വ്യക്തതയും ആഴവുമാണ്. അതെ, ശരിയായ ചോദ്യം കണ്ടെത്താനാണ് ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടത്. ഈയൊരു ചിന്ത നിങ്ങളെ അലക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതിലെ അസംബന്ധങ്ങൾ നിങ്ങളെ ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ശരിയായ പാതയിലായിരിക്കാം. അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഒരു നല്ല പുസ്തകത്തിന്റെ തുടക്കത്തിലായിരിക്കാം. ഏതായാലും പരിഭ്രമിക്കരുത്. ഒരു ടവല് കയ്യിൽ കരുതുക.